ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ന്യൂ ഇയർ തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറേ ഐറ്റംസ് മേടിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഇന്ന് ബീച്ചിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ബീച്ചിലോട്ട് വന്ന് 12 മണിക്ക് മുമ്പേ നമുക്ക് കിട്ടുന്ന ഐറ്റംസ് എല്ലാം വാങ്ങി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതൊരു ചലഞ്ചാണ് കേട്ടോ. അങ്ങനെ ഇത് ആദ്യമേ മേടിച്ച് കഴിച്ചത് ഈ ഒരു കടൽ റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ കടൽ റോസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു ചോളവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ കടൽ റോസ്റ്റാണ് മേടിച്ചത്. നല്ല വെജിറ്റബിൾസ് ഒക്കെ ഇട്ട്, പക്ഷേ എങ്കിൽ എരിവ് കുറവായതുകൊണ്ട് വലിയ ടേസ്റ്റ് പറയാനില്ലായിരുന്നു കേട്ടോ. പിന്നെ കഴിച്ച ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പാനിപൂരി ആയിരുന്നു. പാനിപ്പൂരി നല്ല എരിവും മധുരമൊക്കെ ചേർന്ന് ഈ ഒരു പാനിപ്പൂരി സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ പാനിപ്പൂരി ഇഷ്ടമാണ്. അങ്ങനെ അതൊരെണ്ണം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും തരുന്നതിനേക്കാൾ നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ. ഇന്ന് തന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടേസ്റ്റും സൂപ്പറായിരുന്നു കേട്ടോ. ഈ ഒരു സോസ് വേണമെന്നുള്ളവർ കഴിച്ചാൽ മതി, അല്ലാത്തവർക്ക് നോർമലി കഴിക്കാം. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് ടേസ്റ്റ് കുറവായതുകൊണ്ട് ഇപ്പുറത്തോട്ട് വന്ന് ഈ ഒരു കടല റോസ്റ്റ് മേടിച്ചിട്ടോ. ഇതിനകത്ത് കുറച്ച് നാരങ്ങ നീരും വെജിറ്റബിൾസൊക്കെ ഇട്ട് സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനകത്തും കുറച്ച് സോസൊക്കെ ഒഴിച്ച് ഇങ്ങ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിച്ചതാണ് ഈ ഒരു ബട്ടർ ഗുൽക്കണ്ട കേട്ടോ. ബട്ടർ ഗുൽക്കണ്ട എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐസ്ക്രീമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഫേവറേറ്റ് ആയിരിക്കും. കാരണം റോസിൻ്റെ പെറ്റൽസും അതേപോലെ റോബസ്റ്റ പഴം കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിച്ചത് ഈ ഒരു ഉപ്പിലിട്ട ഐറ്റംസ് ആയിരുന്നു. അതിൽ നിന്ന് ഞാൻ നെല്ലിക്കയും അതേപോലെ തന്നെ മാങ്ങയായിരുന്നു കേട്ടോ മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഉപ്പൊക്കെ പിടിച്ച നല്ലൊരു മാങ്ങയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു ചായ കുടിച്ചേട്ടാ. നല്ല ചൂട് ചായയായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിൽ എന്താ, നല്ല ചൂട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ 12 മണിയായിട്ടുണ്ട്. 12 മണിക്ക് ഈ കമ്പമൊക്കെ പൊട്ടിച്ച് ഇവിടെ അങ്ങ് ആഘോഷം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ ആഘോഷമൊന്നുമില്ലെങ്കിൽ ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കാരണം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ.